എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസ്താവന, ഒരു നിർദ്ദേശം, ഉത്തരവ് വളരെ സന്തോഷം തോന്നി. വിദ്യാലയങ്ങളിൽ നിന്ന് പഠനയാത്ര പോകുന്നത് വിദ്യാർത്ഥികൾക്ക് പോകാൻ സാധിക്കുന്ന സ്ഥലങ്ങളും പണമില്ലാത്തതിൻ്റെ പേരിൽ വിദ്യാർത്ഥികളെ മാറ്റി നിർത്തരുതെന്നും അധ്യാപകർ സ്വന്തം ചെലവിൽ പഠനയാത്രയ്ക്ക് കുട്ടികളെ അനുഗമിക്കണമെന്നുമുള്ള ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശം എനിക്ക് വളരെ ഇഷ്ടമായി. PTA അംഗങ്ങൾ പോകുന്നതും അധ്യാപകർ പോകുന്നതുമൊക്കെ പലപ്പോഴും പാവപ്പെട്ട വിദ്യാർത്ഥികൾ ആ ചെലവ് കൂടെ വഹിക്കുമ്പോഴാണ്, ഭക്ഷണ ചെലവടക്കം വിദ്യാർത്ഥികൾ വഹിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും പഠനയാത്രയുടെ ചെലവ് കുതിച്ചു വരുന്നത്. 50,000 മുതൽ 1,00,000 രൂപ വരെ ശമ്പളം വാങ്ങുന്ന അധ്യാപകർക്ക് വർഷത്തിലൊരിക്കൽ, എല്ലാ അധ്യാപകരും എല്ലാ വർഷവും പോകേണ്ടി വരില്ല. ഹൈസ്കൂളുകളിലും ഹയർ സെക്കൻഡറി സ്കൂളുകളിലും ഒക്കെ തന്നെ അല്പ ദൂരത്തേക്ക് യാത്ര പോകും, സ്വാഭാവികമാണ്. ഈ 50,000, 60,000, 70,000, 80,000 ഒക്കെ ശമ്പളം വാങ്ങുന്ന അധ്യാപകർ 3-4 വർഷം കൂടുമ്പോഴാണ് ഒരു പഠനയാത്രയെ അനുഗമിക്കേണ്ട സാഹചര്യം വരുന്നത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് സ്വന്തം കുട്ടികളുടെ കൂടെ പോകുമ്പോൾ അവർക്ക് എല്ലാ ടിക്കറ്റും അതേപോലെ തന്നെ റെയിൽവേയിൽ ഒക്കെ തന്നെ ഇളവ് ലഭിക്കും, സ്വാഭാവികമാണ്. അതിന് പുറമെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ കൂടെ വിദ്യാർത്ഥികൾ ആ ചെലവ് വഹിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് പലപ്പോഴും. എന്നാൽ പല വിദ്യാലയങ്ങളിലും അധ്യാപകർ സ്വന്തം ചെലവിൽ എല്ലാ ചെലവും വിദ്യാർത്ഥികളെപ്പോലെ വഹിച്ചുകൊണ്ട് പോകുന്ന മാതൃകാപരമായ എത്രയോ സ്കൂളുകളുണ്ട്. എന്നാൽ പല സ്കൂളുകളിലും അധ്യാപകരെയും PTA ഭാരവാഹികളെയും തീറ്റിപ്പോറ്റേണ്ട ചുമതല പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ തലയിൽ വന്നു ചേരുന്നുണ്ട്. ഇത് ശരിയല്ല. അതുകൊണ്ട് 3-4 വർഷം കൂടുമ്പോൾ തൻ്റെ മക്കളെപ്പോലെ തൻ്റെ സ്കൂളിലെ വിദ്യാർത്ഥികളെയും കാണാൻ കഴിയുന്ന അധ്യാപകർക്ക് ആ ചെലവ് സ്വയം വഹിച്ചുകൊണ്ട് കൂടെ പോകുന്നതാണ് ഉത്തമം. റെയിൽവേയിൽ കിട്ടുന്ന ഇളവുകളും ടിക്കറ്റ് കൗണ്ടറിൽ എസ്കോർട്ടിംഗ് ടീച്ചേഴ്സിന് കിട്ടുന്ന ഇളവുകളുമൊക്കെ തന്നെ സ്വയം കൈപ്പറ്റാതെ അതൊരു ഗ്രൂപ്പിന് ഡിവൈഡ് ചെയ്ത് കൊടുത്തുകൊണ്ട്, അങ്ങനെ വിദ്യാർത്ഥികളുടെ ചെലവ് പരമാവധി കുറച്ചുകൊണ്ട്, അധ്യാപകർ അതിലൊരാളായിക്കൊണ്ട് ചെലവ് പങ്ക് വഹിച്ചുകൊണ്ട് അങ്ങനെ യാത്ര പോയാൽ പൊതുവെ പഠനയാത്രയുടെ ചെലവ് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. എന്നാൽ ചില അധ്യാപകരൊക്കെ തന്നെ വീട്ടിൽ നിന്ന് കഴിക്കേണ്ട ഭക്ഷണത്തിൻ്റെ ചെലവ് പോലും യാത്ര പോകുന്ന സമയത്ത് കുട്ടികളെ കൊണ്ട് പറ്റിക്കുന്ന, അവരുടെ ചെലവിൽ ജീവിക്കുന്ന സാഹചര്യമുണ്ട്. അത് ശരിയല്ല. അധ്യാപകർക്ക് പണം കൊടുക്കാൻ വല്ല മടിയുണ്ടെങ്കിൽ സ്റ്റാഫ് കൗൺസിൽ ചേർന്നുകൊണ്ട് അത്തരം അധ്യാപകരുടെ ചെലവ് വഹിക്കുക എന്നല്ലാതെ ഒരു കാരണവശാലും പാവപ്പെട്ട വിദ്യാർത്ഥികളെ കൊണ്ട് യാത്രാ ചെലവ് വഹിപ്പിക്കാൻ പാടില്ല. അത് ശരിയായ രീതിയല്ല. അതേപോലെ തന്നെ സ്കൂളിൽ നന്നായി പഠിക്കുന്ന വിദ്യാർത്ഥികൾ പണമില്ലാത്തതിൻ്റെ പേരിൽ പഠനയാത്രയിൽ നിന്ന് മാറി നിൽക്കാൻ പാടില്ല. അത്തരം കുട്ടികൾ, അതായത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ പൊതുവേ സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്നവരായിരിക്കും. അത്തരം വിദ്യാർത്ഥികളുടെ ചെലവ് സ്റ്റാഫ് കൗൺസിലും PTA-യും അതുപോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ ചെലവ് വഹിച്ച് അവരെയും പഠനയാത്രയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടതാണ്. അതേപോലെ പരമാവധി ചെലവ് കുറയുന്ന എന്നാൽ കൂടുതൽ പഠിക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിലേക്കാണ് പഠനയാത്ര പോകേണ്ടത്. ചെലവ് കുറച്ചുകൊണ്ട് പരമാവധി വിദ്യാർത്ഥികൾക്ക് പഠനയാത്രാ സൗകര്യം ഉറപ്പുവരുത്താനാണ് അധ്യാപകർ ശ്രമിക്കേണ്ടത്. മന്ത്രിയുടെ നിർദ്ദേശം വളരെ ഗൗരവമുള്ളതാണ്. ആരും കുട്ടികളുടെ ചെലവിൽ യാത്ര പോകരുത്. അതേപോലെ തന്നെ പാവപ്പെട്ട വിദ്യാർത്ഥികളെ മാറ്റി നിർത്തരുത്. സാമാന്യം എല്ലാ വിദ്യാർത്ഥികൾക്കും പഠനയാത്ര പോകാനുള്ള സാഹചര്യം ഒരുക്കണം. ഇതൊക്കെ ശ്രദ്ധിക്കുന്ന രൂപത്തിലുള്ള പഠനയാത്ര ഏർപ്പാട് ചെയ്യാൻ സ്കൂളുകൾ തയ്യാറാവണം. ഒരു വിഭാഗം പഠനയാത്ര പോകുമ്പോൾ കണ്ണ് നിറച്ച് ഒരു വിഭാഗം നോക്കി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവരുത്. വിദ്യാർത്ഥികൾ രക്ഷിതാക്കളെ ഭീഷണിപ്പെടുത്തുകയും അതേപോലെ തന്നെ തനിക്ക് പണമില്ലാത്തതിൻ്റെ പേരിൽ പോകാൻ സാധിച്ചില്ല എന്നുള്ള വേദന ഒരാൾക്കുണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് അത്തരം വിദ്യാർത്ഥികൾക്ക് പഠനയാത്രയിൽ കയറി പറ്റാൻ സ്കൂളിലെ ഏതെങ്കിലും പരീക്ഷയെ മാനദണ്ഡമാക്കിക്കൊണ്ട് അതിൽ ഉയർന്ന മാർക്കുള്ള 3-4 വിദ്യാർത്ഥികളെ കൂടെ സൗജന്യമായി ഈ പഠനയാത്രയിൽ PTA-യുടെയും സ്റ്റാഫ് കൗൺസിലിൻ്റെയും ഒക്കെ ചെലവിൽ ഉൾപ്പെടുത്തുക. അധ്യാപകരുടെ ചെലവ് അവർ തന്നെ വഹിക്കുക. അങ്ങനെ പരമാവധി ചെലവ് കുറച്ച് അടുത്ത സ്ഥലങ്ങളിലേക്ക് എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള പഠനയാത്രകളാണ് എല്ലാ സ്കൂളുകളിലും ആസൂത്രണം ചെയ്യേണ്ടത്. നിലവിലുള്ള വിവിധ പഠനയാത്ര ഏജൻസികൾ അവർ കൊടുക്കുന്ന കമ്മീഷനെ ആശ്രയിച്ചുകൊണ്ട് പഠനയാത്രയുടെ ഈ റൂട്ട് നിശ്ചയിക്കുന്ന രീതി അവസാനിപ്പിക്കണം. അതേപോലെ തന്നെ വലിയ വാട്ടർ തീം പാർക്കുകൾ, അവിടത്തേക്കുള്ള പഠനയാത്ര അവസാനിപ്പിക്കണം. പഠിക്കാനായിരിക്കണം പഠനയാത്ര, പഠിക്കാനായിരിക്കണം.
അതിനാവശ്യമായ മുൻകരുതലുകൾ എല്ലാ സ്കൂളുകളിലും ചെയ്യണം. മന്ത്രിയുടെ നിർദ്ദേശം സർവാത്മന സ്വാഗതം ചെയ്യുന്നു. അത് കേരളത്തിൽ പ്രാവർത്തികമാക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.